കോഴിക്കോട് താമരശ്ശേരിയിലെ 10ാം ക്ലാസ്സുകാരനായ ഷഹബാസിന്റെ മരണത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഷഹബാസിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ അന്വേഷണം മുതിർന്നവരിലേക്ക് കൂടി വ്യാപിപ്പിക്കുകയാണ്. പ്രധാന പ്രതിയുടെ പിതാവിന് കേസിൽ പങ്കുണ്ടോ എന്നത് ഉൾപ്പെടെ അന്വേഷിക്കാനാണ് പോലീസിന്റെ നീക്കം. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും അഭിന പി ചിറക്കൽ ചേരുന്നുണ്ട്. അഭിന, നേരത്തെ തന്നെ ഇത്തരത്തിലൊരു സംശയം ഈ ഷഹബാസിന്റെ പിതാവ് അടക്കമുള്ളവർ ഉന്നയിച്ചിരുന്നു. കാരണം കുട്ടികൾക്ക് ഇത്രയധികം വിവരങ്ങൾ ലഭിക്കുന്നതും അതോടൊപ്പം തന്നെ ഇത്ര ആസൂത്രിതമായി നഞ്ചക്ക് പോലുള്ള ഒരു ആയുധം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കനത്ത ഒരു പ്രഹരം ഏൽപ്പിക്കുന്നതും എല്ലാം കുട്ടികൾക്ക് മാത്രം സാധിക്കുന്നതല്ല എന്നും അതിൽ കൃത്യമായി മുതിർന്നവരുടെ പങ്കുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും ഷഹബാസിന്റെ പിതാവ് ആരോപിച്ചിരുന്നു. മാത്രമല്ല ചാറ്റുകൾ പരിശോധിച്ചതിൽ നിന്നും ഇത്തരത്തിൽ ഒരു സംശയം ഉയർന്നു വന്നിരുന്നു. ഇപ്പോൾ ആ സംശയത്തിന്റെ വഴിയിലൂടെ തന്നെയാണോ പോലീസും നീങ്ങുന്നത്? തീർച്ചയായും അതില്ല, അതിനെ അങ്ങനെ തന്നെ കാണേണ്ടിയിരിക്കുന്നു. കാരണം വെറും കേവലം 15 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികൾക്ക് എവിടെ നിന്നാണ് ഇത്രയധികം നിയമത്തെ കുറിച്ച് അറിയുന്നതും അതുപോലെ തന്നെ ഈ നെഞ്ചക്ക പോലുള്ള ആയുധങ്ങൾ എവിടെ നിന്നാണ് ലഭിക്കുന്നത് എന്നുള്ളത് അതൊരു സംശയം ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പിതാവ് നേരത്തെ തന്നെ ഈ ഷഹബാസ് ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കെ തന്നെ പിതാവ് പറഞ്ഞൊരു കാര്യം, ഈ ഒരു കേസിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടാതെ മറ്റ് ചില ആളുകളും മുതിർന്ന ആളുകളും ഉണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ പിതാവ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 1ാം പ്രതിയുടെ പിതാവിനെയാണ് ഇപ്പോൾ ഈ ഷഹബാസിന്റെ പിതാവ് പറയുന്ന അതായത് ഈ 1ാം പ്രതിയുടെ പിതാവാണ് ഈ ഒരു കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് പിതാവ് പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഈ പിതാവിന് ചില ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുകൾ ഉണ്ട് എന്നുള്ളതും വെളിവാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിലേക്ക് ഒരു അന്വേഷണം വ്യാപിപ്പിക്കാൻ തന്നെയാണ് ഇപ്പോൾ പോലീസിന്റെ ഒരു നീക്കം. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസത്തെ ഈ റെയ്ഡിൽ 2ാം പ്രതി, അതായത് വിദ്യാർത്ഥികളിൽ 2ാം പ്രതിയുടെ വീട്ടിൽ നിന്ന് വീട് തുറന്നു നൽകാൻ തന്നെ ആരും തന്നെ തയ്യാറായിരുന്നില്ല. പിന്നീട് പോലീസാണ് ബലം പ്രയോഗിച്ച് പിന്നീട് ആ ഒരു വീട് തുറക്കുന്നതും ആ വീടിനുള്ളിൽ നിന്നാണ് നഞ്ചക പോലുള്ള ഈ ഒരു ആയുധം കണ്ടെത്തുന്നത്. അത് പിന്നീട് വലിയ രീതിയിലൊക്കെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആയുധം കണ്ടെത്തിയതോടുകൂടി പോലീസ് ആ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കേസിൽ ഈ പ്രധാന പ്രതികളുടെ പിതാക്കന്മാർ, മുതിർന്ന ആളുകളും ഈ ഒരു കേസിൽ പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസ് പ്രധാനമായും എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം താമരശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നഞ്ചക്കവും അതുപോലെ തന്നെ മൊബൈൽ ഫോണുകളും ഈ വിദ്യാർത്ഥികളുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്ത മാതാപിതാക്കളുടെ മൊബൈൽ ഫോണും അതുപോലെ തന്നെ ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇന്നലെ തന്നെ താമരശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് മുൻപ് ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുകയും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഷഹബാസിന് മർദ്ദനമേറ്റ സ്ഥലത്തും അതോടൊപ്പം തന്നെ ഷഹബാസിന്റെ വീടിന് തൊട്ടടുത്ത് അയൽപ്പക്കത്തേക്ക് കൊണ്ടിറക്കുന്ന CCTV ദൃശ്യങ്ങൾ അടക്കം നമുക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നു. ഈ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചായിരിക്കും ഇനി അങ്ങോട്ടുള്ള കേസ് നടപടികൾ ആരംഭിക്കുക എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള സംഘടനകൾ തന്നെയായിരുന്നു വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത്. MSF-ഉം KSU അതുപോലുള്ള മറ്റ് ഈ കോൺഗ്രസ് തുടങ്ങിയ സംഘടനകളെല്ലാം തന്നെ ഇന്നലെ വലിയ രീതിയിൽ പ്രതിഷേധിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ പിതാവ് പ്രധാനമായും പറയുന്ന ഒരു കാര്യം, ഈ ഒരു അതായത് കൊലപാതകം നടത്തിയ വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിൽ പരീക്ഷ എഴുതാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് സമൂഹത്തിന് നൽകുന്ന ഒരു മെസ്സേജ് എന്താണ് തുടങ്ങിയ കാര്യമാണ് പിതാവ് ഉന്നയിക്കുന്ന ഒരു കാര്യം. അത് വലിയൊരു ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത്തരത്തിലൊരു നമുക്കറിയാം ഈ പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഒന്ന് നോക്കി എഴുതിയാലോ അല്ലെങ്കിൽ ഒന്ന് കോപ്പി അടിച്ചാലോ ഒരു ഡീബാർ ചെയ്യുന്ന ഒരു സിസ്റ്റം തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഈ ഒരു നാട്ടിൽ ഇത്തരത്തിലൊരു സംരക്ഷണം നൽകുന്നത് എന്താണ് എന്നുള്ളത് തന്നെയാണ് പിതാവും അതുപോലെ നമ്മളെപ്പോലുള്ള പല സാധാരണ ജനങ്ങളും ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. അത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ എല്ലാവർക്കും നിയമം ഒരുപോലെ നൽകാത്തത്? എന്തുകൊണ്ടാണ്? അതുകൊണ്ടല്ലേ ഈ വിദ്യാർത്ഥികളിൽ വീണ്ടും ഇത്തരത്തിലുള്ള കേസുകൾ കൂടെ ഉണ്ടാകുന്നത് എന്നുള്ളതും വലിയ ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോഴും പിതാവ് പങ്കുവെക്കുന്നത്. അതോടൊപ്പം തന്നെ പിതാവ് നേരത്തെയും പറഞ്ഞിരുന്നു, ഈ പകവെക്കാതെ ഈ ഷഹബാസിന്റെ മറ്റ് സുഹൃത്തുക്കൾ
സുഹൃത്തുക്കളും സഹപാഠികളും പകവെക്കാതെ പെരുമാറണം. ഒരു മകൻ നഷ്ടപ്പെട്ടതല്ല, ഒരു പിതാവിന്റെ തന്നെ രോദനം നിറഞ്ഞ വാക്കുകൾ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നത്. ഏതായാലും ഇന്ന് നമ്മൾ പിതാവിനെ കാണുമ്പോൾ പിതാവിന് എന്താണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പറയാനുള്ളത്? കാരണം നമുക്കറിയാം ഇന്നലെ വലിയ രീതിയിലൊരു സംഘടന തന്നെയാണ് ഈ വെള്ളിമാടുകുന്ന് ജുവനൈൽ ഹോമിന് മുമ്പിൽ നമ്മൾ കണ്ടത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പിതാവിന് ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് പങ്കുവെക്കാനുള്ളത് എന്നുള്ളത് നമുക്കിനി വരും മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കും. അതുല്യ. അഭിന പറഞ്ഞതുപോലെ തന്നെ പിതാവിൻ്റെ വാക്കുകൾ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ടത്. ഷഹബാസിൻ്റെ മരണത്തിൽ ഇനി അതിൽ പ്രതികാര നടപടികളുമായി ഇതൊരു ശ്രേണിയായി പോകരുത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും കൂടുതൽ വിശദാംശങ്ങൾ ഷഹബാസിൻ്റെ പിതാവിനെ കാണുമ്പോഴും അതുപോലെ തന്നെ ഈ കുട്ടികളുടെ ഫോണുകളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം അടക്കം വരുന്നതിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. വർക്കലയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് ഒരു മരണം. വർക്കല ചെറുകുന്നം സ്വദേശിയായ മുഹമ്മദ് റാസിയാണ് മരിച്ചത്. വർക്കല വട്ടപ്ലാമൂട് ജംഗ്ഷനിൽ ഇന്നലെ വൈകിട്ടായിരുന്നു അപകടം. എതിർദിശയിൽ വന്ന ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമായി തന്നെ തുടരുകയാണ്. 2 തവണ ശ്വാസതടസ്സം ഉണ്ടായതിനെ തുടർന്ന് അദ്ദേഹത്തിന് കൃത്രിമ ശ്വാസം നൽകുകയാണെന്നാണ് വത്തിക്കാൻ അറിയിച്ചത്. കടുത്ത അണുബാധയും കഫക്കെട്ടുമാണ് സ്ഥിതി വഷളാക്കിയത്. കഴിഞ്ഞ 17 ദിവസമായി അദ്ദേഹം റോമിലെ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പോപ്പിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ടായിരുന്നു. 88 വയസ്സുള്ള മാർപ്പാപ്പയെ ബ്രോങ്കൈറ്റിസിനുള്ള ചികിത്സയ്ക്കും പരിശോധനകൾക്കുമായി ഫെബ്രുവരി 14 റോമിലെ ജമല്ലി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ശ്വാസകോശത്തിൽ കടുത്ത അണുബാധയുണ്ടായതിനെ തുടർന്നാണ് അദ്ദേഹത്തെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചത്.